മരണാനന്തരം എന്തു സംഭവിക്കുന്നു? ശൂന്യത, സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം, ഇതൊക്കെ യാഥാർത്ഥ്യമാണോ? ക്രിസ്ത്യാനികളും മുസ്ലിമുകളും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുന്നത് ഒരുപോലെയാണോ? രണ്ടു കൂട്ടരും പ്രതീക്ഷിക്കുന്ന സ്വർഗം ഒന്ന് തന്നെയോ? സ്നേഹമുള്ളവരെ, കത്തോലിക്ക വിശ്വാസവും വെല്ലുവിളികളും എന്ന പഠന പരമ്പരയിലേക്ക് സ്വാഗതം. മരണാനന്തര ജീവിതം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ക്രിസ്ത്യാനികൾ ബൈബിളിൽ അടിസ്ഥാനമാക്കിയിട്ട് കത്തോലിക്ക സഭയുടെ വിശ്വാസമനുസരിച്ച് എന്താണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുന്നത് എന്ന് വളരെ വ്യക്തമായി ലൂമൻ ജെയിൻസിയും ജനതകൾക്ക് പ്രകാശം എന്ന വത്തിക്കാൻ സിനോദോസിൻ്റെ ഏറ്റവും ആധികാരിക ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണരേഖയിൽ 48 മുതൽ 51 വരെയുള്ള ഖണ്ഡികകളിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ CCC കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചേർച്ച് എന്ന ആ മതബോധന ഗ്രന്ഥത്തിൻ്റെ 596 മുതൽ 681 വരെയും 988 മുതൽ 1060 വരെയും ഉള്ള ഖണ്ഡികകളിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തന്നെ ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. ആത്മാക്കളുടെ ലോകം 2004 പബ്ലിഷ് ചെയ്തതാണ്. അനേകം എഡീഷനുള്ളിൽ കടന്നു പോയതാണ്. വിശദമായി ഈ പ്രമേയം അതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചുരുക്കമായി കാണാനാണ് ഉദ്ദേശിക്കുക. അതോടൊപ്പം സ്വർഗം എന്നതിനാണ് പ്രത്യേകമായ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം പ്രത്യേകിച്ചും ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന കാഴ്ചപ്പാടും അവരവതരിപ്പിക്കുന്ന സ്വർഗത്തിൻ്റെ ചിത്രവും കത്തോലിക്കൽ വിശ്വസിക്കുന്ന സ്വർഗത്തിൻ്റെ ചിത്രവും തമ്മിലുള്ള ബന്ധം, സാമ്യം, വ്യത്യാസം എന്താണ്, അത് കണ്ടുപിടിക്കാനും കൂടി ശ്രമിക്കുന്നതായിരിക്കും. മരണത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട്. ഏറ്റവും നിശ്ചയമുള്ള കാര്യം ഇതാണ്: ഏതു മനുഷ്യനാണെങ്കിലും മരിക്കും, ഉറപ്പാണ്. ഒരു കാരണവശാലും മരിക്കാതിരിക്കില്ല. അതോടൊപ്പം തന്നെ ഒട്ടും നിശ്ചയമില്ലാത്ത മറ്റൊരു കാര്യമാണ് എപ്പോൾ സംഭവിക്കും, അറിയാൻ പാടില്ല. ഞാൻ തന്നെ ഒന്ന് മരിച്ചു ഉയർത്തെഴുന്നേറ്റിട്ടാണ്. അത് 2000 ആണ്ടിലായിരുന്നു, ജൂൺ 20-ാം തീയതി. എൻ്റെ തലയിലെ പാടതാണ്. ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് പറയും, ഒരു മരണത്തിലൂടെ കടന്നുപോയ അനുഭവം എനിക്കുണ്ടായതാണ്. അറിയാൻ പാടില്ല എപ്പോഴാണ് സംഭവിക്കുക. മരിക്കും, നമ്മൾ മണ്ണടിയും. പക്ഷേ ഈ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും? എല്ലാ മതങ്ങളിലും അതിനെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നു. എന്തൊക്കെയോ കാഴ്ചപ്പാട് പല രീതിയിലുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കഥകളുണ്ട്, മിത്തോളജിയുണ്ട്. ബൈബിളിലാണെങ്കിൽ തന്നെ ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് സാവകാശമാണ് വളർന്നു വരുന്നറിയാം. ആദ്യം ചിന്തിച്ചിരുന്നു മനുഷ്യൻ മരിക്കുന്നു, മണ്ണടിയുന്നു, പിന്നെ തിരിച്ചു വരുന്നില്ല, അവസാനിച്ചു. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും തോന്നും ഇത് ഇങ്ങനെയല്ല, മരണത്തിന് ശേഷവും എന്തോ അവശേഷിക്കുന്നു, മനുഷ്യൻ നിദ്ര പ്രാപിക്കുകയാണ്, മനുഷ്യൻ മണ്ണിൽ ഉറങ്ങുന്നു എന്നൊരു ചിന്ത കടന്നു വന്നു. ആരംഭത്തിൽ അതിനെക്കുറിച്ചൊരു ചിന്തയില്ല, അവന് ബോധമില്ല. പക്ഷേ കുറേ കഴിയുമ്പോഴേക്കും ഈ പ്രശ്നം രൂക്ഷമാകുന്നത് ചിന്തിക്കുമ്പോഴാണ്. ഇപ്പം മരണത്തിനപ്പുറം ഒരു ജീവിതമില്ല എങ്കിൽ നീതിമാൻ്റെ സഹനത്തിന് എന്തർത്ഥം? എന്തേ ഇവിടെ ഈ അനീതിക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടാകുമോ? നീതി പ്രവർത്തിക്കുന്നവൻ പീഡിപ്പിക്കപ്പെടുന്നു, ദരിദ്രനാകുന്നു, വധിക്കപ്പെടുന്നു. അവനെന്ത് സന്തോഷം! അതേസമയം അനീതി പ്രവർത്തിക്കുകയും മറ്റുള്ളവർ നശിപ്പിക്കുകയും ചെയ്യുന്നവൻ സുഖമായി സന്തോഷമായി കഴിയുന്നു, അവനും മരിക്കുന്നു. ധനവാനും ദരിദ്രനും ഒരുപോലെ മരിക്കുന്നു. കൊന്നവനും മരിച്ചവനും ഒരുപോലെ മരിക്കുന്നു. രണ്ടുപേർക്കും തുല്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ അർത്ഥം? ദൈവം നീതിമാനാണെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അപ്പം മരണത്തിന് ഇപ്പുറത്ത് നീതി കിട്ടുന്നില്ല എന്നുള്ള വ്യക്തമായ അവബോധം അത് ജോബിൻ്റെ പുസ്തകത്തിലാണ് ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ട് പ്രകടമാക്കുന്നത്. നീതിമാനായിരുന്നു ജോബ്. ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കൂട്ടുകാരെന്ന് പറയും, നിൻ്റെ സഹനം വളരെ വലുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു, കാരണം നീ അത്ര വലിയ പാപം ചെയ്തിട്ടുണ്ടാവും. ജോബ് പറയും, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്ത് തെറ്റാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കും. അപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ നിനക്കെങ്ങനെ ശിക്ഷയുണ്ടാകുന്നു? അപ്പോൾ നിൻ്റെ ഈ ദാരിദ്ര്യവും നിൻ്റെ ഈ രോഗവും എല്ലാം നീ ചെയ്ത പാപത്തിൻ്റെ അടയാളമാണ്, തെളിവാണ് എന്ന് വാദിക്കുമ്പോൾ അല്ല എന്ന് ജോബ് പറയും. അങ്ങനെ ആകുമ്പോഴത്തേക്കും പ്രതിക്കൂട്ടിലാകുന്ന ദൈവമാണ്. എന്തേ ദൈവം ഇങ്ങനെ അനുവദിക്കുന്നു? മരണത്തിനപ്പുറം ജീവിതമുണ്ട് എന്ന് ചിന്തയില്ലാത്തപ്പോൾ എല്ലാം ഇവിടെ തന്നെ പൂർത്തിയാവണം, അത് സംഭവിക്കുന്നില്ല. അങ്ങനെപ്പോഴത്തേക്കും സാവകാശം ഈ മരണം കൊണ്ടെല്ലാം അവസാനിക്കുന്നില്ല എന്നും മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടാകും എന്നുള്ളൊരു ചിന്ത ദൈവം മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നുണ്ട്. അപ്പം മിക്കവാറും മതങ്ങളിലൊക്കെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തയുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോൾ പിരമിഡിൻ്റെ ഉദാഹരണം. 2650 BC ഈജിപ്തിലെ വലിയ പിരമിഡ് ഉണ്ടാക്കിയത്. ആ പിരമിഡ് ഉണ്ടാക്കുമ്പോൾ അവരുടെ പിന്നിലുള്ള ചിന്ത ഇതാണ്: പിരമിഡിൽ അടക്കുന്ന ഫറവോ അവൻ തിരിച്ചു വരും. അവൻ തിരിച്ചു വരുമ്പോൾ അവന് ഭക്ഷിക്കാൻ വേണ്ടി ആഹാരം ഉണ്ടായിരുന്ന ഒരു ആയുധങ്ങളെല്ലാം പിരമിഡ് സൂക്ഷിച്ചിരുന്നു. എങ്ങനെയോ മടങ്ങി വരുമെന്നൊരു ചിന്ത പണ്ട് മുതലേ ഉണ്ട്. എങ്ങനെയാകും? തീർച്ചയായും വ്യക്തതയില്ല. നമ്മുടെ നാട്ടിലാണെങ്കിലും ഉണ്ട്. ഒരുപക്ഷേ ഒന്നിനു പിറകെ ഒന്നായി അനേകം ജന്മങ്ങളിലൂടെ കടന്ന് അവസാനം ദൈവത്തോട് നിശ്ചായിത്തീരും. എല്ലാം അവസാനിക്കുന്നില്ല. ഭാരതത്തിലുമുണ്ടല്ലോ ഈ മരണത്തിനപ്പുറത്തുള്ള പുനർജന്മങ്ങളെക്കുറിച്ച്. എന്തെല്ലാം പ്രതീക്ഷ ഇതാണ്, ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല.
നീതിയും അനീതിയും ഇവിടം കൊണ്ട് വരുന്നില്ല. ദൈവം ഇവിടം കൊണ്ട് കണക്ക് തീർക്കുന്നില്ല. നമ്മുടെ അവസാന ഫൈനൽ പരീക്ഷ പോലെ ഈ മരണത്തിന് ഇപ്പുറത്ത് വെച്ച് എൻ്റെ ജീവിതത്തിൻ്റെ കണക്ക് തീരുന്നില്ല, അപ്പുറത്തേക്കും കൂടി ഉണ്ടാകും എന്ന ചിന്ത സാവകാശം കടന്നു വന്നത് യേശുവിലാണ് പൂർണ്ണമായിട്ടും കാണുക. യേശുവിൻ്റെ കാലമാകുമ്പോൾ ഒരുപക്ഷെ ഒരു 1.5 നൂറ്റാണ്ട് മുമ്പ് മക്കവായുടെ കാലം BC 165 കാലഘട്ടത്തിൽ തന്നെ മരണാജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ കാലമായപ്പോൾ 2 തരത്തിലുള്ള ചിന്താഗതികൾ യഹൂദരുടെ ഇടയിലുണ്ടായിരുന്നു. മരണാനന്തര ജീവിതമുണ്ട്, മരണത്തിനപ്പുറം ഒരു ന്യായവിധി ഉണ്ടാകും, ദൈവത്തോട് നിശ്ചിത ജീവിതമുണ്ടാകും, ശിക്ഷയും രക്ഷയും ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്ന, പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്ന ഫരിസേയർ. എല്ലാം മരണം കൊണ്ടെല്ലാം അവസാനിക്കുമെന്ന് വിചാരിച്ച് സദ്ദുക്കായരായിരുന്നു അവിടുത്തെ പ്രീസ്റ്റ്ലി അരിസ്റ്റോക്രസ് എന്ന് പറയും, പുരോഹിതന്മാരായിരുന്നു. ജെറൂസലത്തെ പുരോഹിതന്മാർ, പ്രമുഖന്മാരെല്ലാം ഈ സാദോക്കൻ വംശജരായിരുന്നു. സദ്ദുക്കായർ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്ന, പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നില്ല. അവരാണ് യേശുവിനെ പരിഹസിക്കാനായിട്ട് കഥയുമായിട്ട് വന്നത്. നീ പറയുന്നുണ്ടല്ലോ മരിച്ചവരുടെ ഉത്ഥാനമുണ്ടെന്ന്, പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നിയമം അനുസരിച്ച് ഒരു സ്ത്രീയെ ഒരാൾ വിവാഹം കഴിച്ചു, മക്കളില്ലാതെ മരിച്ചാൽ ആ ഭർത്താവിൻ്റെ സഹോദരൻ ഇവളെ വിവാഹം കഴിച്ചു മക്കളെ ഉൽപ്പാദിപ്പിക്കണം. അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആദ്യത്തെ മകൻ മരിച്ചുപോയ ഭർത്താവിൻ മകനായി പരിഗണിക്കപ്പെടും. ഇങ്ങനൊരു നിയമമുണ്ട്, അത് ബൈബിളിലുള്ളതാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഒരാളുണ്ടായിരുന്നു, അയാൾ വിവാഹം കഴിച്ചു, മക്കളില്ലാതെ മരിച്ചു. അയാളുടെ സഹോദരൻ വിവാഹം ചെയ്തു, അയാളും മരിച്ചു. ഇങ്ങനെ 7 സഹോദരന്മാർ ഇവിടെ മാറി മാറി ഭാര്യയായി സ്വീകരിച്ചു. ആ 7 പേരും മക്കളില്ലാതെ മരിച്ചു. ഇങ്ങനെ വരുമ്പോൾ ഈ പുനരുത്ഥാനത്തിൽ ഇവൾ ആരുടെ ഭാര്യയായിരിക്കും? 7 പേരും ഇവരെ ഭാര്യയായി സ്വീകരിച്ചിരുന്നല്ലോ. അപ്പോഴാണ് യേശു പറയുന്നത്, ദൈവത്തിൻ്റെ വചനമോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റി പോവുകയല്ലേ. മരണത്തിന് ശേഷം ഈ പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുകയോ കഴിച്ചു കൊടുക്കുകയുമില്ല. അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, എല്ലാവരും ദൈവത്തിൻ്റെ ദൂതന്മാരെ പോലെ ആയിരിക്കും. ഈ സ്ത്രീ പുരുഷ വ്യത്യാസം ഇവിടെയാണ് ആവശ്യം. അത് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. പരസ്പരം ഇണയും തുണയുമായി സ്നേഹിച്ച് ലൈംഗികമായി ബന്ധപ്പെട്ടൊരു കുടുംബം സ്ഥാപിച്ച് മക്കളെ ഉൽപ്പാദിപ്പിച്ച് ആ മക്കളെ വളർത്തിക്കൊണ്ടിരുന്നതിന് വേണ്ടിയാണ് സ്ത്രീ പുരുഷ വ്യത്യാസം. മാലാഖമാരുടെ ഇടയിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ല. മാലാഖമാരെ ചിലപ്പോൾ പുരുഷന്മാരായും ചിലപ്പോൾ സ്ത്രീകളായും ചിലപ്പോൾ കുഞ്ഞുങ്ങളായി ചിത്രീകരിക്കുന്നതിൽ ഒരു കവിയുടെ ഭാവന എന്നല്ല, ദൈവദൂതന്മാർക്ക് ഈ ഒരു ലൈംഗിക വ്യത്യാസമില്ല. ലൈംഗികത ഇവിടെയാണ്. അതുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്, ദൈവം പുരുഷനാണോ സ്ത്രീയാണോ? ദൈവം രണ്ടുമല്ല. ദൈവത്തിന് ഈ മാതൃഭാവമുണ്ട്, പിതൃഭാവമുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചെന്ന് പറയുക. അപ്പോൾ ദൈവം പിതാവാണ്, ദൈവം മാതാവാണ്. അപ്പോൾ ലൈംഗികതയ്ക്ക് ഉപരിയാണ് ദൈവത്തിൻ്റെ കാര്യം. അപ്പോൾ ഉത്ഥാനത്തോടു കൂടി സംഭവിക്കുന്നത് മനുഷ്യന് രൂപാന്തരീകരണം ഉണ്ടാകും. അപ്പോൾ മരണത്തിന് ശേഷം ഒരു ഉത്ഥാനം ഉണ്ടാകും. അപ്പോൾ ആ ഉത്ഥാനത്തിന് ശേഷമാണോ അവൻ്റെ നന്മയ്ക്കും തിന്മയ്ക്കും പ്രതിഫലമുണ്ടാവുക? അതിനു മുമ്പാണോ? അപ്പോൾ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ആരംഭത്തിലൊക്കെ, മരിച്ചവൻ കുഴിമാടങ്ങൾ ശയിക്കുന്നു, ലോകാവസാനത്തിൽ കാഹളമൂതുമ്പോൾ എല്ലാവരും എണീക്കുന്നു, അപ്പോഴാണ് വിധി ഉണ്ടാകുക. പക്ഷേ കത്തോലിക്ക സഭയുടെ പ്രബോധനം അതല്ല. കത്തോലിക്ക സഭയുടെ പ്രബോധനം മരണനിമിഷത്തിൽ തന്നെ മനുഷ്യൻ്റെ വിധി പ്രഖ്യാപിക്കപ്പെടുകയാണ്. വാസ്തവത്തിലെ വിധി പ്രഖ്യാപിക്കുന്ന മരണമല്ല, മരണത്തോടുകൂടി തീരുമാനമെടുക്കാനുള്ള എൻ്റെ അവസരം അവസാനിക്കുകയായി. ഇനി എനിക്ക് അങ്ങോട്ട് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ഏത് അവസ്ഥയിൽ മരിക്കുന്നുവോ ആ അവസ്ഥയിൽ തുടരും. ദൈവത്തിന് ചേർന്ന് ദൈവത്തോട് അഭിമുഖമായി നിൽക്കുകയാണെങ്കിൽ, ദൈവോന്മുഖമായി ജീവിക്കുന്നവരാണെങ്കിൽ ദൈവത്തിലേക്ക് പോകും. പുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ പുറത്തോട്ട്. അപ്പോൾ അതാണ് നമ്മൾ തനത് വിധി എന്ന് പറയുക. മരണം ഒരിക്കൽ സംഭവിക്കുക എപ്പോഴാണെന്ന് അറിയാൻ പാടില്ല. മരണത്തിന് ശേഷം വിധിയുണ്ടാകും. അതാണ് നമ്മൾ തനത് വിധി, പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് എന്ന് പറയും. മരണനിമിഷത്തിൽ തന്നെ മനുഷ്യൻ്റെ വിധി നിർണ്ണയിക്കപ്പെടുകയാണ്. ഒരുപക്ഷെ നമുക്ക് ഒരുകൂടി പറഞ്ഞു പറയാം, ഞാൻ ഇപ്പോഴാണ് തീരുമാനമെടുക്കുക, ഇപ്പോഴാണ് എൻ്റെ വിധി. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എൻ്റെ മേലുള്ള വിധി പ്രസ്താവമായി കണക്കാക്കണം. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, ഈ പ്രവൃത്തി എനിക്ക് മാറ്റാൻ സാധിക്കും, എനിക്ക് മനോഭാവത്തിൽ മാറ്റം ഉണ്ടാകാൻ സാധിക്കും. തെറ്റ് ചെയ്തു പോയാൽ മാപ്പിരുന്ന് മടങ്ങി വരാൻ സാധിക്കും, നന്മയിൽ തുടരാൻ സാധിക്കും, തിന്മയിൽ നിന്ന് വിട്ടുമാറാൻ സാധിക്കും, അഥവാ നന്മയിൽ നിന്ന് തിന്മയിലേക്ക് പോകാൻ സാധിക്കും. മരണം വരെ എനിക്ക് മനസ്സ് മാറ്റാനുള്ള, ജീവിതശൈലി മാറ്റാനുള്ള അവകാശമുണ്ട്, സാധ്യതകളുമുണ്ട്. പക്ഷേ മരണം അതിന് വിരാമമിടുകയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴാണ് എനിക്ക് സ്വാതന്ത്ര്യമുള്ളത്. എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ, ഇടത്തോട്ടോ വലത്തോട്ടോ പോകാം. പറഞ്ഞിട്ടുണ്ട്, നീ എങ്ങോട്ട് പോകണം? ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ കാതുകൾ പിന്നെ സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഈ വഴി തിരഞ്ഞെടുക്കാനുള്ള അവസരം മരണത്തോടുകൂടി അവസാനിക്കുകയാണ്. അവസാന നിമിഷം, ഈ അവസാന നിമിഷം എൻ്റെ അവസ്ഥ എന്തോ അതായിരിക്കും എൻ്റെ വിധി. അപ്പോൾ വാസ്തവത്തിൽ ദൈവം എന്നെ വിധിക്കുന്നു പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ തന്നെ എൻ്റെ വിധി പ്രസ്താവിക്കുകയാണ്. എൻ്റെ തീരുമാനം ദൈവം മാനിക്കുന്നു. ഇതാണ് തനത് വിധി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത പ്രവൃത്തികൾക്കനുസരിച്ച്, അപ്പം മിക്കവാറും മതങ്ങളിലെല്ലാം ഉണ്ട്, പ്രവൃത്തികൾക്കനുസൃതമായിട്ടാണ് വിധി പ്രഖ്യാപിക്കുക. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത്, ഈ മരണത്തോടുകൂടി എൻ്റെ ഈ തീരുമാനം നിത്യമായി തീരുകയാണ്.
അപ്പോൾ ഞാനെടുക്കുന്ന ഈ തീരുമാനം ദൈവം മാനിക്കുന്നു, അതിന് മാറ്റം ഉണ്ടാവുകയില്ല. അപ്പോൾ തീരുമാനത്തിൻ്റെ ഫലമായി മരണത്തിന് ശേഷം കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് സംഭവിക്കാവുന്നത് 3 കാര്യങ്ങളാണ്. ദൈവത്തോട് പൂർണ്ണമായി ഐക്യത്തിൽ, പൂർണ്ണമായ സ്നേഹത്തിൽ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്വർഗത്തിലാവും. ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവം വേണ്ട, എനിക്ക് ദൈവം വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരാണ്, പുറംതിരിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അവൻ നരകത്തിലേക്കായിരിക്കും പോവുക. എന്താണ് നരകം എന്ന് ചോദിച്ചാൽ ദൈവത്തിൽ നിന്ന് പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടുന്ന അവസ്ഥയാണ്. എനിക്ക് ദൈവമില്ല, അപ്പോൾ ദൈവവും ദൈവത്തിൻ്റെ ജീവനുമില്ല. മറ്റേത് സ്വർഗം. ഇത് രണ്ടിനുമില്ലാതെ ദൈവത്തോട് ഐക്യത്തിലാണ് കഴിയുക. പക്ഷേ എൻ്റെ സ്നേഹം പൂർണ്ണമായിട്ടുള്ള ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എനിക്കിനിയും വളരേണ്ടതായ ആവശ്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയ ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ അത് നമ്മൾ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന ഒരു സ്ഥലമല്ല ഇത്. ഇപ്പോൾ നമ്മുടെ ശരീരമില്ലാത്തപ്പോൾ സ്ഥലത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിൽ നരകം താഴെയാണെന്നും സ്വർഗം ഭൂമിയിലാണെന്നും ശുദ്ധീകരണത്തിന് വേണ്ടിയാണെന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെ ഒരു സ്ഥലകാലങ്ങൾക്ക് അതീതമായ ഒന്ന് നമുക്ക് ചിന്തിക്കാനോ നമുക്ക് വിഭാവനം ചെയ്യാനോ സാധിക്കില്ല. പക്ഷേ അതാണ് യാഥാർത്ഥ്യം. ഞാൻ ചോദിക്കാറുണ്ട് പിള്ളേരോട്, എവിടെയാണ് എൻ്റെ ജീവൻ? ശരീരത്തിൽ എവിടെയാണ്? ഇവിടെയാണോ? എവിടെയാണോ? എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും എൻ്റെ ആത്മാവ് എവിടെയാണ്? എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ആത്മാവിന് ശരീരത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ശരീരം ഇരിക്കുന്നത് പോലെ പ്രത്യേക സ്ഥലമാണ് നമുക്ക് സ്വർഗമെന്നോ നരകമെന്നോ പറയാനാവില്ല. പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാകാറുണ്ട്. സ്വർഗരാജ്യത്തിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിനക്ക് സ്ഥാനം തരട്ടെ. സ്വർഗത്തിലൂടെ ഇടതും വലതും, ശരീരമില്ലാത്തതിന് ഇടതും വലതുമുണ്ടോ? ഇതൊക്കെ പ്രതീകങ്ങളാണ്. വലതെന്ന് പറയുന്നാൽ വലം കൈയാണ് പൊതുവേ ശേഷി കൂടുതലുള്ളത് സാധാരണക്കാർക്ക്. പിന്നെ വലത്തുഭാഗം എങ്ങനെയോ നന്മയുടെ അടയാളമായി, തിന്മ ഇടത്ത് ബലം കുറഞ്ഞതായിട്ട് തിന്മ ഇടതുഭാഗത്താണെന്ന് പറയും. അപ്പോൾ ഇടതുപക്ഷം വലതുപക്ഷം എന്നൊക്കെ ചിന്ത വരുന്നത് ഇങ്ങനെയാണ്. പക്ഷേ ദൈവത്തിന് ഇടതും വലതുമില്ല എന്ന് ഓർക്കുക. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ അന്തിമ വിധിയെക്കുറിച്ച് പറയുന്നിടത്താണ് ഇടത്തിൻ്റെ മരത്തിൻ്റെ പ്രധാനമായിട്ട് വരുന്നത്. എൻ്റെ വലത്തുഭാഗത്ത്, അല്ലെങ്കിൽ സങ്കീർത്തനം, നീ എൻ്റെ വലത്തുഭാഗത്ത് ഉപേക്ഷിതാകുക, എൻ്റെ വലങ്കിയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അധികാരം കൈയാളുന്നവനാണ്, ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഈ വലത്തും ഇടത്തും ഒന്നും സ്വർഗത്തിലില്ല. സ്വർഗത്തിൽ ഇങ്ങനെ സ്ഥലത്തിൻ്റെയും പ്രശ്നമില്ല. അപ്പോൾ ദൈവത്തോടൊന്നിച്ചായിരിക്കുക. ദൈവം ആത്മാവാണ്, നമ്മളും ആത്മാവായിത്തീരുന്നു. ഈ ദൈവത്തോടൊന്നിച്ചായിരിക്കുക. ഈ 3 അവസ്ഥയാണുള്ളത്. ഇതിൽ സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് നമുക്ക് കൂടുതൽ പ്രസക്തം. കാരണം അതിനെക്കുറിച്ചാണ് ഈ വിഷയത്തിൽ ഞാൻ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും മുസ്ലിമുകളുടെ സ്വർഗവും ക്രിസ്ത്യാനികളുടെ സ്വർഗവും തമ്മിൽ താരതമ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, CCC എന്ന് പറയും, മതബോധന ഗ്രന്ഥം. അതാണ് ഞാൻ വായിക്കുന്നത്. ഖണ്ഡിക 1023 മുതൽ 26 വരെ ഞാൻ എടുത്ത് വായിക്കുകയാണ്. സ്വർഗം ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുകയും പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നവർ ക്രിസ്തുവിനോടുകൂടി എന്നേക്കും ജീവിക്കുന്നു. അവർ എന്നേക്കും ദൈവത്തെ പോലെയാണ്. എന്തെന്നാൽ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ അവരോടത്തെ മുഖാഭിമുഖം കാണുന്നു. ഇതാണ് സ്വർഗം. 1024 പരിശുദ്ധ ത്രിത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ഈ ജീവിതം കന്യകാമറിയത്തോടും മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടുമൊപ്പമുള്ള ത്രിത്വത്തോടുള്ള ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും സംസർഗം സ്വർഗം എന്ന് വിളിക്കപ്പെടുന്നു. അഗാധ തമങ്ങളായ മാനുഷിക അഭിലാഷങ്ങളുടെ പരമാന്തവും നിറവേറലുമാണ് സ്വർഗം. വലിയൊരു ട്രാൻസ്ലേഷനാണ്. എൻ്റെ എല്ലാ അടിസ്ഥാനപരമായ ആഗ്രഹങ്ങളും നല്ലതായ അഭിലാഷങ്ങളും അവിടെ പൂർണ്ണമാകുന്നു. സ്വർഗം പരമവും സുനിശ്ചിതവുമായ സന്തോഷത്തിൻ്റെ അവസ്ഥയാണ്, ദുഃഖത്തിൻ്റെ ലക്ഷ്യമില്ലാതെ. 1025 സ്വർഗത്തിൽ ജീവിക്കുക എന്നത് ക്രിസ്തുവിനോടൊത്ത് ആയിരിക്കുക എന്നാണ് അർത്ഥം. അവസാനം 26 പരിപൂർണമായി അവിടുന്നിലേക്ക് ഒന്നുചേരുന്നവരുടെ അനുഗ്രഹീത സമൂഹമാണ് സ്വർഗം. അപ്പോൾ വിവിധങ്ങളായ പ്രതീകങ്ങളിലൂടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നതാണ്. എന്താണ് സ്വർഗം? യേശു പറഞ്ഞല്ലോ, നീ ഇന്ന് എന്നോടുകൂടി പർദീസായിലായിരിക്കും. യേശുവിൻ്റെ കൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ട ഇടത്തോ വലത്തോ മകലെ വലത്തുഭാഗത്തേക്കുള്ളതെന്നാണ് പൊതുവെ പറയുക. പിന്നെ ബൈബിളിൽ അങ്ങനെയൊന്നും പറയുന്നില്ല. ഏതായാലും അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെയും കൂടി ഓർമ്മിക്കണമേ എന്ന് പറഞ്ഞ് മനസ്തപിച്ച ഈ കുറ്റവാളി യേശുവിൻ്റെ കൂടെ മരിക്കാൻ തൂക്കിക്കൊല്ലപ്പെട്ട ആ വ്യക്തി പറയുന്നു, അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെയും ഓർമ്മിക്കണമേ. അവനോടാണ് യേശു പറയുക, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. യേശു സ്വർഗത്തെക്കുറിച്ച് പറയുന്നത് പറുദീസായിലായിരിക്കുക. എന്താ പറുദീസ? എന്നോടുകൂടി ആയിരിക്കും. അതാണ് പ്രധാനം. എന്നോടുകൂടി ആയിരിക്കും. ഇതൊരു പാരലൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. എന്നോടുകൂടി ആയിരിക്കും, പറുദീസായിലായിരിക്കും. അത് തന്നെയാണ് പറുദീസായിലായിരിക്കുന്ന യേശുവിനോട് കൂടിയായിരിക്കണം, ദൈവത്തോടൊന്നിച്ചായിരിക്കുകയാണ്. അപ്പോൾ കൂടെ ആയിരിക്കുന്ന അവസ്ഥയാണ്, ദൈവത്തോടു കൂടി ആയിരിക്കുന്ന അവസ്ഥയാണ് സ്വർഗം എന്ന് പറയുക. അതിന് നിത്യാനന്ദം എന്ന് പറയും. വെളിപാട് പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായത്തിനോട് കാണും, അവിടെ ഇനി കണ്ണീരില്ല, വേർപാടില്ല, ദുഃഖമില്ല, മരണമില്ല, ഒന്നുമില്ല, നിലവിളിയില്ല. സന്തോഷത്തിൻ്റെ അവസ്ഥ. എല്ലാവരും ഒന്നായി മാറുക, ദൈവത്തിലായിരിക്കുക.
ദൈവമാകുന്ന ഭവനത്തിൽ, ദൈവമാകുന്ന കൂടാരത്തിൽ എല്ലാ ആത്മാക്കളും ദൈവത്തോടൊന്നിച്ചായിരിക്കുന്ന പിതാവിൻ്റെ സ്നേഹം അനുഭവിച്ച് മക്കൾ സഹോദരങ്ങളായി കഴിയുക. ഇനി അവിടെ സമയം കടന്നു പോകുന്നില്ല, അവിടെ സ്ഥലത്തിന് പ്രത്യേകതയില്ല, അവിടെ ദുഃഖമോ വേർപാടുമില്ല, സന്തോഷം മാത്രം. അവിടെ വിശപ്പും ദാഹവുമില്ല, ഭക്ഷണമില്ല, തീനും കുടിയുമില്ല. ഒരു ആത്മീയ അനുഭൂതിയിലേക്ക്. പക്ഷേ ഭക്ഷണവും പാനീയവും ഇല്ലാണ്ടിരുന്ന് സന്തോഷം ചോദിക്കാം. ആവശ്യമുണ്ടെങ്കിലല്ലേ വരുന്നുള്ളൂ. ഈ ശരീരത്തിൻ്റെ ആവശ്യങ്ങളല്ലേ ഈ ഭക്ഷണവും പാനീയവും ലൈംഗികതയുമെല്ലാം. അപ്പോൾ ഇതിനപ്പുറത്ത്, ഈ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്കപ്പുറത്ത് നിത്യതയിലേക്ക് കടന്നു വരുമ്പോൾ ഇതിനൊന്നും ആവശ്യമുണ്ടാവില്ല. ഇതൊന്നും ആസക്തികളായി അവശേഷിക്കുകയില്ല. ആഗ്രഹങ്ങളെല്ലാം സഫലമാകുന്നു. എന്താണ് ആഗ്രഹം? ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് കുട്ടികളോട്, എന്താണ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? അവർ പറയും സന്തോഷമായിരിക്കണം. തീർച്ചയായിട്ടും. എല്ലാവരോടും സമാധാനത്തിൽ കഴിയണം. തീർച്ചയായിട്ടും. വേറെ എന്തെങ്കിലും ഉണ്ടോ? പലപ്പോഴും മറന്നു പോകും. ജീവിക്കണം, ജീവനല്ലേ ഏറ്റവും പ്രധാനം. അവസാനിക്കാത്തൊരു ജീവൻ ഉണ്ടാകണം. പക്ഷേ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ അവർ സന്തോഷമായിട്ട് ജീവിക്കണം. അപ്പോൾ എല്ലാവരോടും സ്നേഹത്തിൽ, സമാധാനത്തിൽ, സന്തോഷത്തിൽ ജീവിക്കാൻ കഴിയുന്നതാണ് എല്ലാവരുടെയും അദമ്യമായ ആഗ്രഹം. ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ അഭിലാഷം അതാണല്ലോ. മരിക്കാൻ ആരും ആഗ്രഹിക്കില്ല. ആത്മഹത്യ ചെയ്യുന്നവരും ജീവിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ആത്മഹത്യ ചെയ്യുന്നത്. എൻ്റെ തന്നെ ബന്ധുക്കളിൽ അനേകം പേര് ആത്മഹത്യ ചെയ്ത് എനിക്കറിയാം. ഒത്തിരി ദുഃഖമുണ്ട്. പലപ്പോഴും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി, അവർ തന്നെ ഉണ്ടാക്കിയതായിരിക്കാം സാഹചര്യം. ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതായിട്ട് കാണുന്നു. ജീവിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഈ ജീവിത സാഹചര്യം അവർക്ക് താങ്ങാനാവുന്നില്ല. അത്രമാത്രം ദുഃഖം, നിരാശ കടന്നു വരുന്നു. ഇതിനേക്കാൾ മെച്ചം മരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് മരണത്തിൽ അഭയം തേടുക. അപ്പോൾ ദുഃഖമില്ല, വേദനകളില്ല. ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും എൻ്റെ കൂടെയുണ്ട്. അതിനേക്കാൾ വലിയൊരു സന്തോഷം എന്താ? അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അമ്മ 3 കൊല്ലം മുമ്പാണ് മരിച്ചത്. 97 വയസ്സുണ്ടായിരുന്നു. അവസാനത്തെ 1.5 വർഷം കിടപ്പായിരുന്നു. എന്നാലും അമ്മയുടെ അടുത്ത് പോകാൻ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. പറ്റുമ്പോഴൊക്കെ ഞാൻ പോകുമായിരുന്നു, മാസത്തിലൊരിക്കലെങ്കിലും. അവിടെ ചെല്ലുമ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷമാണ്. മറ്റാരെ അറിയുന്നില്ലെങ്കിലും ഞാൻ ചെല്ലുമ്പോൾ ആടാ നീ ഒന്നല്ലോ സന്തോഷം. അവിടെ ഭക്ഷണം കഴിക്കുന്നു, ചായ കുടിക്കുന്നു, നല്ല പ്രശ്നം. എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ ആയിരിക്കും, അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം. എനിക്ക് വേറൊന്നും വേണ്ട. ആ ഒരു സന്തോഷം, അത് എത്ര വലിയ ഭക്ഷണം കിട്ടിയാലും എന്തെല്ലാം കിട്ടിയാലും കിട്ടാത്തൊരു സന്തോഷമാണ്. ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ആയിരിക്കുക, എൻ്റെ സഹോദരൻ ഒന്നിച്ചായിരിക്കുക. ആ ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മ, അത് നമുക്ക് അനുഭവിച്ചറിയാനേ സാധിക്കുകയുള്ളൂ, പറഞ്ഞറിയാൻ സാധിക്കില്ല. ഇതൊരു മുന്നാസ്വാദം. നമ്മൾ പറയുന്നല്ലോ, ഭവനം, കുടുംബം, ഭൂമിയിലെ സ്വർഗം, ഭൂമിയിലെ നരകമാകാനും സാധിക്കും സ്വർഗം. ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. ഇവിടെ മാതാപിതാക്കന്മാർ പരസ്പരം സ്നേഹിക്കുന്നു, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു, അവർ ഐക്യത്തിൽ കഴിയുന്നു. അവർക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ട്, സമയമുണ്ട്, സമയം ചിലവഴിക്കാൻ. ഒരാൾക്ക് വേദനിച്ചാൽ എല്ലാവർക്കും വേദനിക്കും, ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും പരിഗണിക്കും. ഈ ഒരു ഐക്യത്തിൽ കഴിയുന്നത്, അതാണ് സ്വർഗത്തിൻ്റെ ഒരു മുന്നാസ്വാദനം. അപ്പോൾ ഇതാണ് വാസ്തവത്തിൽ ബൈബിളിൽ കാണുന്ന സ്വർഗം. എന്നേക്കുമായിരിക്കും. അവിടെ ഇനി കാലം കടന്നു പോകുന്നില്ല. അവിടെ കാലം നിശ്ചലമാകുന്നു, കാലമില്ലാണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റേണിറ്റി, നിത്യത. ഇന്നലെയുമില്ല, നാളെയുമില്ല, ഇന്ന് മാത്രം. ഈ കടന്നു പോകാത്ത കാലം. അവിടെ സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങളായിട്ടാണ് വിരുന്നുണ്ടായിരിക്കും നിങ്ങളോടൊപ്പം. ഈ അപ്പത്തിൽ നിന്ന് ദൈവരാജ്യത്ത് ഭക്ഷിക്കുന്നത് ഞങ്ങളോടൊപ്പം ഭക്ഷിക്കുകയില്ല, അല്ലെങ്കിൽ ഇത് വീഞ്ഞ് കുടിക്കുകയില്ല എന്ന് പറയും. ദൈവരാജ്യത്തെ വിവാഹവിരുന്നിനോട് ഉപമിക്കാറുണ്ട്. പക്ഷേ ഇതെല്ലാം ഉപമകളാണ്. വിവാഹവിരുന്ന് പോലെയാണെന്ന് പറഞ്ഞാൽ വിവാഹം സന്തോഷത്തിൻ്റെ അവസരമാണ്. അപ്പോൾ വലിയൊരു സന്തോഷമായിരിക്കും. അതല്ലാതെ അവിടെ തീനും കുടിയുമാണെന്നോ അവിടെ വിവാഹത്തിൻ്റെതായ ബന്ധങ്ങളാണെന്നൊന്നും അർത്ഥമാക്കുന്നില്ല. സുവിശേഷങ്ങൾ പറയുന്നതും ബൈബിൾ പറയുന്നതും സഭാവിധി പഠിപ്പിക്കുന്നതും സ്വർഗത്തെക്കുറിച്ച് കാഴ്ചപ്പാടാണ്. ഐക്യം, ദൈവത്തോട് ഒന്നിച്ചായിരിക്കുക. വെളിപാട് പുസ്തകം 7-ാമത്തെ അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു, വെള്ളയങ്കി അണിഞ്ഞ ഇവർ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഞാൻ മറുപടി പറഞ്ഞു, പ്രഭു, അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. അതുകൊണ്ട് ഇവർ ദൈവത്തിൻ്റെ സിംഹാസനം മുമ്പിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപ്പകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. സിംഹാസനത്തിൽ തൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകും. ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല. എന്തെന്നാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയിക്കുകയും ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. 1992 ജൂൺ മാസം 21-ാം തീയതിയാണ് എൻ്റെ അപ്പൻ മരിച്ചത്. അച്ഛന് അന്ന് 75 വയസ്സ് പ്രായമേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞപ്പോൾ
ചാച്ചൻ്റെ പേരിൽ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒരു പടം അടിച്ചിറക്കിയുണ്ടായ ഒരു വശം ചാച്ചൻ്റെ ഫോട്ടോയും മറുഭാഗത്ത് കൊടുത്ത വാക്കിയതാണ്. സിംഹാസനത്തിൽ തൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകും. ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയില്ല, വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല. എന്നാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇതൊരു പ്രതീകാത്മകമായ ചിത്രീകരണമാണ്. പക്ഷേ സ്വർഗത്തെക്കുറിച്ചൊരു രൂപം കിട്ടാനായിട്ട് സഹായിക്കും. വെളിപാട് പുസ്തകം മുഴുവൻ പ്രതീകങ്ങളിലൂടെയാണെന്നറിയാം. അപ്പോൾ ഇതാണ് കത്തോലിക്കൻ്റെ ക്രിസ്ത്യാനിയുടെ സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. ദൈവത്തോടൊന്നിച്ചായിരിക്കുക, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ജീവൻ്റെ ഉറവിടമായ ലക്ഷ്യമായ എൻ്റെ അപ്പനും അമ്മയുമായ ചേട്ടനും ചേച്ചിയുമായ എൻ്റെ സഹോദരനായ സ്നേഹിതനായ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുക. അതോടൊപ്പം എല്ലാ മനുഷ്യരും, എൻ്റെ മാതാപിതാക്കന്മാരും സഹോദരങ്ങളും എല്ലാവരും കൂടി ഒരു കുടുംബമായി സന്തോഷമായി കഴിയുക, നിത്യമായി. അവിടെ വിശപ്പില്ല, ദാഹമില്ല, അവിടെ കണ്ണീരില്ല, നിലവിളിയില്ല, ഇനി മരണവുമില്ല. ഇതാണ് സന്തോഷം. ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടില്ല, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പങ്കുചേരുക. ഈ ഒരു സമയം കടന്നു പോവില്ല. നിത്യമായ നിമിഷം, നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്നേഹ സന്തോഷ അനുഭൂതി, അതാണ് സ്വർഗമെന്ന് പറയുക. ഇനി നമുക്ക് ഇസ്ലാമിൻ്റെ സ്വർഗത്തിലേക്ക് വരാം. ഇസ്ലാമിൻ്റെ സ്വർഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം ഖുറാനിലെ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. ഖുറാനിലെ സ്വർഗത്തിന് കൊടുക്കുന്ന പേര് ജാന്ന എന്നാണ്. ജഹന്നം, ജായും ഗായും ഒരുമിച്ച് പോകുന്നതാണ്. ഗൻ എന്നാണ് ഹെബ്രായ ഭാഷയിൽ പർദീസായുടെ ഗൻ ഉദ്യാനമാണ്. ഗാർഡൻ എന്ന് പറയുന്നതിൻ്റെ അതാണ് ഗൻ. ഗൻ എന്ന ഹീബ്രു വാക്ക് അതിൻ്റെ ഒരു ഭാഗമാണ് ജന്ന. ജായും ഗായും ഒരുമിച്ച് പോകുന്നതാണ്. ഉദ്യാനം അല്ലെങ്കിൽ പാർക്ക് എന്ന് പറയും, രാജാക്കന്മാരുടെ ഉദ്യാനം പോലെയാണ് ഉദ്യാനം. ജന്ന എന്നാണ് പറയുക. ഒരു ഗേഹന്ന എന്ന് ബൈബിളിൽ നരകത്തെക്കുറിച്ച് പറയും. അതിന് ജഹന്ന എന്നാണ് ഖുറാൻ പറയുക. ജഹന്ന, ഗേഹന്നായും ജഹന്നായും. ഇപ്പോൾ ഗൻ, ഗഹന്ന ഇത് രണ്ടിൻ്റെയും ഒരു ഇമിറ്റേഷൻ പോലെയാണ് ജാന്നായും ജഹന്നാവും. ബൈബിളിലെ ഗഹന്ന എന്ന് പറയുന്ന നരകത്തെ സൂചിപ്പിക്കാൻ വേണ്ടി എന്താണ് ഗഹന്ന? ഗേ, ഹിന്നോം എന്ന രണ്ട് വാക്കുകളാണ് ഗഹന്ന ആയത്. ഗേ എന്ന് പറഞ്ഞാൽ ഭൂമി, ഹിന്നോം താഴ്വര, ഹിന്നോം താഴ്വര, ഹിന്നോമിൻ്റെ താഴ്വര. അപ്പോൾ ഹിന്നോം താഴ്വര, വാലി ഓഫ് ഹിന്നോം എന്നാണ് ഗേഹന്ന. പക്ഷേ അത് അവിടെ ജെറമ്യായുടെയൊക്കെ കാലത്ത്, രാജഭരണകാലത്ത് ആരംഭത്തിൽ അവിടെ വലിയ വിഗ്രഹാരാധന നടന്നിരുന്നു. ദേവന്മാരുടെ വിഗ്രഹം ഉണ്ടായിരുന്നു, അവിടെ ബലിയർപ്പിച്ചു, നരബലി പോലും അർപ്പിച്ച രാജാക്കന്മാരെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. പിന്നീട് മതനവീകരണം ഉണ്ടായപ്പോൾ ഈ സ്ഥലം, ഇവിടുത്തെ ഈ വിഗ്രഹങ്ങളെല്ലാം തകർത്തു. പ്രത്യേകിച്ചും പ്രവാസത്തിന് ശേഷം അവിടെ വിഗ്രഹാരാധന ഇല്ലാണ്ടായി. ജെറൂസലത്തിൻ്റെയും ഒലിവ് മലയുടെയും ഇടയിലുള്ള താഴ്വരയാണ് ഹിന്നോം താഴ്വര. പക്ഷേ ആ ഹിന്നോം താഴ്വര പിന്നീട് ജെറൂസലത്തെ ആ ചപ്പ് ചവറുകളെല്ലാം കൊണ്ടിട്ട് കത്തിക്കുന്നൊരു സ്ഥലമായി. നമ്മുടെ ഒരു അഴുക്ക് കേന്ദ്രം. ഇങ്ങനെ ചപ്പ് ചവറുകൾ കത്തിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടാകും. എല്ലാം കൊണ്ടിടുമ്പോൾ കത്തിക്കും, അവിടെ തീ ഉണ്ടാകും. പക്ഷേ എല്ലാം കത്തി ഞെരിഞ്ഞു വരില്ല. കത്താതെ കിടക്കുന്ന, ചിലപ്പം വെള്ളം ഉണ്ടായിരിക്കാം, മഴ പെയ്യാം, കത്താതെ കിടക്കുന്നതിൻ്റെ അകത്ത് പുഴുക്കളും ഉണ്ടാകും. ഇവിടെ നിന്നാണ് അവൻ്റെ തീ കെടുന്നുമില്ല, പുഴു ചാകുന്നുമില്ല എന്ന ഒരു പ്രതീകമുണ്ടാകുന്നത്. ഇപ്പോൾ ഇതൊരു പ്രതീകമാണ്. നരകത്തിൻ്റെ തീയും നരകത്തിലെ പുഴുമെല്ലാം പ്രതീകങ്ങളായിട്ടാണ്. കാരണം ഞാൻ നിത്യമായി നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ. ഇനി ഇതാണ് ബൈബിളിൻ്റെ നരകത്തെക്കുറിച്ച്. സ്വർഗത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ കണ്ടു ഈ പർദീസായിരുന്നു. ഇപ്പം ഇസ്ലാമിൻ്റെ പർദീസ എന്താണ്? ഇസ്ലാമിൻ്റെ പർദീസ അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ കാഴ്ചപ്പാട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ബൈബിളിൽ നിന്ന് എടുത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ പർദീസ എന്ന പദം ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ പർദീസായെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്തു, അവൻ്റെ ജീവശ്വാസം കൊടുത്തു, മനുഷ്യനാക്കിയതിന് ശേഷം അവന് വേണ്ടി ഒരു പർദീസ ഉണ്ടാക്കി, കിഴക്ക് ഏതേനൊരു പർദീസ ഉണ്ടാക്കി അവിടെ താമസിപ്പിച്ചു. അവിടെയാണ് ഗൻ, അവിടെയാണ് ജാന്നായുടെ തുടക്കം. ഈ പർദീസയുടെ പ്രത്യേകത, ഒരുപാട് കണ്ണിന് ആസ്വാദികരമായ ധാരാളം ഫലങ്ങൾ കായ്ക്കുന്ന, പഴങ്ങൾ കായ്ക്കുന്ന മരങ്ങളുണ്ട്. അവിടെ ഒരു നദി ഉത്ഭവിച്ച് 4 കൈവഴികളായി പിരിഞ്ഞു നിറയെ ജലം കവിഞ്ഞൊഴുകുന്നു. ഈ പ്രതീകങ്ങൾ അവരെടുത്തു. അതുപോലെ തന്നെ കാനാൻ ദേശത്തെക്കുറിച്ച് പറയുമ്പോൾ തേനും പാലും ഒഴുകുന്ന ഭൂമി എന്നാണ് കാനാൻ ദേശത്തെക്കുറിച്ച്. ഫലപുഷ്ടിയുടെ സൂചനയാണ് തേനും പാലും ഒഴുകുക. അപ്പോൾ ഈ തേനും പാലും ഒഴുകുന്നതും പർദീസയിലെ 4 അരുവികളും ഫലങ്ങളും എല്ലാം കൂടി എടുത്തപ്പോഴേക്കും ഈ ഖുറാനിൽ കാണുന്ന ജന്നായുടെ ഒരു ചിത്രമാകും. എന്താണ് അവിടുത്തെ പ്രത്യേകത? അവിടെ ഒരുപാട് നല്ല പഴങ്ങളുണ്ട്. അവിടെ 4 നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന 4 നദികളുണ്ട്. ഓർക്കണം, ആ നദികളുടെ ഒഴുകുന്നത് എന്താണ്? ആ നദികളുടെ ഒരു നദിയിലൂടെ ഒഴുകുന്നത് വെള്ളം, നല്ല ശുദ്ധമായ ജലം. 2-ാമത്തെ നദിയിലൂടെ ഒഴുകുന്നത് പാല്. 3-ാമത്തെ നദിയിലൂടെ ഒഴുകുന്നത് തേൻ. 4-ാമത്തെ പുഴയിലൂടെ ഒഴുകുന്നത് മദ്യം. മുസ്ലിമിന് മദ്യം നിഷിദ്ധമാണ് ഇവിടെ. പക്ഷേ പർദീസായിൽ എത്ര വേണമെങ്കിലും കുടിക്കാം. തേനും പാലും ഒഴുകുന്ന ദേശമെന്നും 4 നദികൾ ഒഴുകുന്ന പർദീസ എന്ന് പറഞ്ഞത് രണ്ടിനും കൂട്ടിച്ചേർത്തപ്പോഴേക്കും ഇങ്ങനെ 4 നദികളിലൂടെ 4 കാര്യങ്ങൾ ഒഴുകുന്നുണ്ട്. ഇനി അവിടെ ആരാണ് ചെല്ലുക?
ഇപ്പോൾ ഇവിടുന്ന് മരിച്ചു കഴിയുമ്പോൾ ഈ പർദീസായിലേക്ക് പോകും. പർദീസായിൽ നല്ല കട്ടിൽ പോലുള്ള സ്ഥലമുണ്ടാകും, അതിൽ വിരിച്ച മെത്തയുണ്ടാകും. ആ മെത്തയിൽ കിടക്കുക. ഇവിടെ കിട്ടുന്ന അവനെ ശുശ്രൂഷിക്കാനായിട്ട് ചെറുപ്പക്കാർ, ബാലന്മാരുണ്ടാകും, സുന്ദരന്മാരായ ബാലന്മാരുണ്ടാകും. ഇനി അവന് കൂടെ കിടക്കാൻ വേണ്ടി മരണത്തിന് ശേഷമാണെങ്കിൽ അവൻ്റെ ഭാര്യമാരുടെ കൂടെ വളരെ സുന്ദരികളായ ഹൂറിമാരും ഉണ്ടാകും. ഹൂറിമാർ എത്ര പേരുണ്ടാകും? അതിനെക്കുറിച്ച് കണക്കൊക്കെ പലതും പറയുക. 1 പറയുന്നുണ്ട്, 4 പറയുന്നവരുണ്ട്, 72 പേരെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ ജീവിച്ചു, എങ്ങനെ മരിച്ചു എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും സ്വർഗത്തിൽ അവൻ്റെ സ്ഥാനം. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കാൻ സമ്മതിക്കാത്ത ആരെയെങ്കിലും കൊന്നെങ്കിൽ ആ കൊല്ലുന്നതിന് ആനുപാതികമായിട്ട് ഇവിടെ ഇവന് സ്വർഗത്തിൽ സന്തോഷം കൂടുതലുണ്ടാകും. ഇനി ഈ അള്ളാഹുവിനുള്ള സാക്ഷ്യം നൽകുന്ന ശ്രമത്തിലാണ് മരിക്കുന്നതെങ്കിൽ അവൻ വലിയ രക്തസാക്ഷിയാവും. അവനാണ് ഏറ്റവും വലിയ വിശുദ്ധൻ. ആരെങ്കിലും ബോംബും കെട്ടിപ്പോയി പൊട്ടിത്തെറിച്ച് 10 പേരെ കൊല്ലുകയാണെങ്കിൽ അവൻ അതിന് ഏറ്റവും വലിയ സ്വർഗ്ഗഭാഗ്യം കിട്ടുക. എന്താണ് സ്വർഗ്ഗഭാഗ്യം? ധാരാളം ഹൂറിമാരുണ്ടാവും. അപ്പോൾ ഇത് എന്തൊരു സ്വർഗ്ഗമാണ്! തന്നെയല്ല, നല്ല പഴം തിന്നാം, എത്ര തിന്നാലും വിശപ്പടങ്ങുകയില്ല. അവനും സന്തോഷമാണ്, എത്ര വേണമെങ്കിലും ഭക്ഷിക്കാം, എത്ര വേണമെങ്കിലും കുടിക്കാം. പുഴയിൽ നിന്ന് വെള്ളമല്ല, ഈ പുഴയിൽ നിന്ന് വീഞ്ഞു കുടിക്കാം. ഇവിടെ കുടിക്കാൻ പാടില്ലാത്ത മദ്യപാനം മുസ്ലിമിന് നിഷിദ്ധമാണല്ലോ. ഇവിടെ കുടിക്കാൻ അനുവദിക്കാത്ത മദ്യം എത്ര വേണമെങ്കിലും കുടിക്കാം. എത്ര കുടിച്ചാലും അവൻ ലഹരി പിടിക്കില്ല, അവന് ലക്ക് കെട്ടു പോവുകയില്ല. അപ്പോഴെന്താണ് സ്വർഗം? ഇങ്ങനെ ചാരിക്കിടന്ന് സുന്ദരിമാരായ ഹൂറിമാരോട് കിടന്നുകൊണ്ട് ഭക്ഷിക്കുക, കള്ളുകുടിക്കുക, ആസ്വദിക്കുക, ലൈംഗികമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുക. 100 പുരുഷന്മാരുടെ ലൈംഗിക ശേഷി ഉണ്ടാകുമെന്നാണ് പറയുന്നത് അവിടെ ചെല്ലുന്ന ഈ വിശുദ്ധരായ രക്തസാക്ഷികൾക്ക്. ഇതാണ് ജാനയുടെ ചിത്രം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഖുറാനിലൂടെ കിട്ടുക. എത്ര വേണമെങ്കിലും ഉദാഹരണമുണ്ട്, ഞാൻ ഖുറാനിൽ വായിക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഏകദേശ ചിത്രമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം വരുമ്പോൾ എൻ്റെ ചോദ്യം, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ഈ മരിച്ച മനുഷ്യൻ എന്ത് സംഭവിക്കുന്നു? എപ്പോഴാണ് ഈ സ്വർഗത്തിലേക്ക് പോവുക? പലരും ചോദിച്ചറിയാൻ പാടില്ല. അപ്പോൾ മരിച്ച ഉടനെ ഏതായാലും അവൻ്റെ ശരീരമുണ്ടാവില്ല. ശരീരം അല്ലെങ്കിൽ പിന്നെ കൊല്ലറുടെ ആവശ്യമില്ലല്ലോ. മരിച്ച ആത്മാവിന് എന്ത് സംഭവിക്കുന്നു? അതെവിടെ പോയിരിക്കുന്നു? അവനിങ്ങ് ഈ ആത്മാവാണോ ഈ തിന്നുകയും കുടിക്കുകയും കള്ളു കുടിക്കുകയും ഹൂറിമാരുമായി ബന്ധപ്പെടുകയും ചെയ്യുക? ആത്മാവിനെങ്ങനെ സാധിക്കും? ശരീരം വേണമല്ലോ. പക്ഷേ ശരീരം ഉയർത്തെഴുന്നേൽക്കുന്ന അന്തിമ വിചാര സമയത്താണെന്ന് പറയുന്നത്. അപ്പോൾ അന്തിമ വിധി വരെയുള്ള ഈ സമയം മനുഷ്യനോട് ആയിരിക്കും? ഉത്തരമില്ല. എപ്പോഴാണ് ഈ ജാന? എവിടെയാണ് ഈ ജാന? അതും അറിയില്ല. അപ്പം മനുഷ്യൻ്റെ ചിന്തകളെ ഒരുപക്ഷെ സ്വാധീനിക്കാനായി ഇന്ന് നമുക്ക് ആഗ്രഹിച്ചിട്ടും കിട്ടാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ഇഷ്ടമാവോളം ആവശ്യത്തിന് മാത്രം കിട്ടും എന്ന് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപക്ഷെ മനുഷ്യനെ മയക്കുന്ന കറുപ്പായി മാറുകയല്ലേ ഇത്? പ്രത്യേകിച്ചും ചെറുപ്പക്കാരെ. കള്ളുകുടിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ മതം സമ്മതിക്കില്ല. പക്ഷേ സ്വർഗത്തിൽ ചെന്നാൽ കള്ളുകുടിയായിരിക്കും. ഇപ്പോൾ സ്ത്രീകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടൊക്കെ നമുക്കറിയാമല്ലോ. വാസ്തവത്തിൽ ബൈബിളിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി ബന്ധപ്പെടാൻ മാത്രമേ അനുവാദമുള്ളൂ. അത് ജീവിതകാലം അവസാനം വരെ ആയിരിക്കണം. വിവാഹത്തിൻ്റെ 2 പ്രത്യേക സ്വഭാവവിശേഷങ്ങളാണ്: ഏകതയും അവിഭാജ്യതയും, യൂണിറ്റി ആൻഡ് അൺബ്രേക്കബിലിറ്റി, ഇൻഡിവിസിബിലിറ്റി. ഇവിടെ വിവാഹമോചനം പാടില്ല, ഇവിടെ ബഹുഭാര്യാത്വവും പാടില്ല. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ ഇവിടെ വരുമ്പോഴേക്കും എത്ര ഭാര്യമാരും വേണമെങ്കിലാകാം. അപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ചയല്ലേ ഈ ഹൂറിമാരെന്ന് പറയുന്നവരാണ്? അവർ മനുഷ്യരാണോ മാലാഖമാരാണോ? എത്ര തവണ ലൈംഗികമായി ബന്ധപ്പെട്ടാലും അവരുടെ വെർജിനിറ്റി നഷ്ടപ്പെടുന്നില്ല, നിത്യ കന്യകകളായി മാറുന്നു. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ്റെ ഈ ലൈംഗികമായ അദമ്യമായ ആഗ്രഹത്തിന് ഇരയായിത്തീരുന്ന പാവപ്പെട്ടവരാണോ ഈ ഹൂറിമാർ? മാലാഖമാരോ സ്ത്രീകളോ? പറയാൻ പ്രയാസമാണ്. അപ്പോൾ ഇതാണോ സ്വർഗം? അപ്പോൾ എന്തിനാണ് ഈ ലൈംഗികത? എൻ്റെ ഈ അധമമായ അല്ലെങ്കിൽ അധമമായ ആഗ്രഹങ്ങൾക്ക് നിവൃത്തി തരുന്നതാണോ സ്വർഗം? അതിനെന്താ സത്യം? എത്ര കാലം പോകും നിത്യതയിലേക്ക് ഇതിനെ ചെയ്തുകൊണ്ടിരുന്നാൽ? എന്തിനു വേണ്ടിയാണ് ഈ ലൈംഗിക? എന്തിനു വേണ്ടിയാണ് ഭക്ഷിക്കുന്നത്? അവർ പറയും എത്ര ഭക്ഷിച്ചാലും വീണ്ടും ഭക്ഷിക്കാം, അവന് വിരേചനത്തിൻ്റെ ആവശ്യമില്ല, അവന് വിസർജനത്തിൻ്റെ ആവശ്യമില്ല, അതെല്ലാം സുഗന്ധപൂരിതമായ വിയർപ്പായിട്ട് കടന്നു പോകുമെന്ന് പറയുക. എന്തെല്ലാം ഭാവനകളാണ്! ഇങ്ങനെ കള്ളു കുടിച്ച് കിടക്കുന്നവരാണ് സ്വർഗമെങ്കിൽ ആ സ്വർഗത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ജീവിക്കുക? എന്നാണ് തുടങ്ങുക? ഇതിനെന്ത് ഉറപ്പുണ്ട്? ഈ ഖുറാനിൽ പറയുന്ന കാര്യമാണ് സത്യമാണ്. നമ്മൾ എന്തു ഗ്യാരൻ്റി ഉണ്ട്? ആര് പറയുന്നു ഇത് സത്യമാണെന്ന്? ആരെങ്കിലും ഉണ്ടോ ഇത് കണ്ടിട്ട് തിരിച്ചു വന്നത്? യേശുവിനെ പോലെ മരിച്ചുയർത്തെഴുന്നേറ്റ ഒരു വ്യക്തിയെക്കുറിച്ചെങ്കിലും ഖുറാൻ പറയാൻ സാധിക്കുമോ? ഇതെല്ലാം ഒരു നുണ ആകാൻ പാടില്ലേ? ഇത് കേട്ടുകൊണ്ടാണോ കണ്ടുകൊണ്ടാണോ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ പിന്നാലെ പോവുക? ഇതിനു വേണ്ടിയിട്ടാണോ ഈ ക്രിസ്തു മതം ഉപേക്ഷിച്ച് ഇസ്ലാമിൽ ചേർന്ന് അവസാനം പോയി സ്വയം പൊട്ടിത്തെറിച്ച് ബോംബായി മാറുക? ഇതിനു വേണ്ടിയിട്ടാണോ ചെറുപ്പക്കാരത്തിന് പിന്നാലെ പോകുന്നത്? ഏത് സ്വർഗമാണിത്? എന്ത് ഗ്യാരൻ്റിയാണുള്ളത്? ഇതാണോ സ്വർഗം? ഇത് അറേബ്യയിലെ
പ്രഭു കുടുംബങ്ങളുടെ അന്തഃപുരത്തിൽ നിന്നെടുത്ത ചിത്രമല്ലേ? ഇതല്ലേ അവരുടെ ഗൻ? ഭാര്യമാരെത്ര പേരുമാകാം. 1000 രാവുകളുടെ കഥയൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. ഇന്നാണെങ്കിലും കൂടുതൽ ഭാര്യമാരുണ്ടാകുന്ന ഒരാളുടെ അന്തസ്സിൻ്റെ അഭിമാനത്തിൻ്റെയൊക്കെ അടയാളമായി കാണുമ്പോൾ ഈ ഭാര്യയുടെ അവസ്ഥ എന്താണ്? പുരുഷനും സ്ത്രീയും തുല്യതയുണ്ടോ? ഈ ലൈംഗികതയാണോ മനുഷ്യൻ്റെ മുഖ്യമായ ലക്ഷ്യം? ഈ മരണത്തിനപ്പുറം ലൈംഗികതയ്ക്ക് എന്താ അർത്ഥം, എന്താ ആവശ്യം? ഈ ലൈംഗികമായ തൃപ്തിയാണോ ഏറ്റവും വലിയ സന്തോഷം? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ പ്രയാസമുണ്ടാകും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഖുറാനിലെ സ്വർഗവും അല്ലെങ്കിൽ ജാനായും ബൈബിളിലെ സ്വർഗവും രണ്ടും രണ്ടാണ്. ഒരു തരത്തിൽ നമുക്ക് പൊരുത്തപ്പെടാനാവില്ല. അതുപോലെ തന്നെ ദൈവത്തെക്കുറിച്ച് പറയുന്നതും യുദ്ധത്തെക്കുറിച്ച് പറയുന്നതും ബൈബിളിൽ നിന്ന് കുറേ കാര്യങ്ങൾ പെറുക്കിയെടുത്ത് തങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കോർത്ത് ഇണക്കി അവർക്കിഷ്ടമില്ലാത്തതെല്ലാം മാറ്റിക്കളഞ്ഞിട്ടുണ്ടാക്കുന്ന ഒരു സ്കെലിറ്റൻ, ഒരു അസ്ഥികൂടം പോലെയാണ് ഈ ഖുറാനിൽ അവതരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രമാണെങ്കിലും മനുഷ്യൻ്റെ ചിത്രമാണെങ്കിലും സ്വർഗത്തിൻ്റെ ചിത്രമാണെങ്കിലും നരകത്തിൻ്റെ ചിത്രമാണെങ്കിലും ഒക്കെ. അപ്പോൾ ഇതുകൊണ്ട് ബൈബിൾ ശരിയല്ല, ഖുറാനാണ് ശരി, ഖുറാനിലെ സ്വർഗമാണ് സ്വർഗമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അംഗീകരിക്കലാണ് നിവൃത്തിയില്ല. പക്ഷേ ഇതിനെന്ത് ഉറപ്പുണ്ട്, എന്തു ഗ്യാരൻറ്റിയുണ്ട്? എൻ്റെ പിതാവായും മാതാവായി എന്നെ സൃഷ്ടിച്ച ദൈവം, എനിക്ക് വേണ്ടി രക്ഷകനായി അവതരിച്ച ദൈവം, കുരിശിൽ എനിക്ക് വേണ്ടി മരിക്കുകയും നീ എന്നോടുകൂടി പർദീസയിലായിരിക്കുകയും നിൽക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്ത ദൈവം, അവൻ മരിച്ചു, മരണം കൊണ്ട് അവസാനിച്ചില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. അതുപോലെ നമ്മളും ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. മരണാനന്തരം എന്ത് സംഭവിക്കുന്ന ചോദ്യത്തിന് ബൈബിളിൽ കത്തോലിക്ക സഭയ്ക്ക് വളരെ വ്യക്തമായ ഉത്തരമുണ്ട്. മരണത്തോടുകൂടി ജീവിതത്തിൻ്റെ ഐഹിക ജീവിതം അവസാനിക്കുന്നു, ഐഹികമായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം തീരുകയായി. അപ്പോൾ മരണസമയത്തുണ്ടാകുന്ന തനത് വിധിയിലൂടെ മൂന്നിലൊന്ന് സംഭവിക്കാം. ഒന്നുകിൽ ദൈവത്തോട് പൂർണ്ണമായ ഐക്യത്തിൽ കഴിയുന്നതാണ് സ്വർഗമെന്ന് പറയുക, അല്ലെങ്കിൽ പൂർണ്ണമായി പുറന്തള്ളപ്പെടുന്നു നരകമെന്ന് പറയുക, എന്നേക്കുമായി അകറ്റപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു ശുദ്ധീകരണത്തിന് ശേഷം ഇതിലേക്ക് വരുന്നു. ഇനി ഈ ചരിത്രം അവസാനിക്കുന്നു, ഭൂമിക്കൊരു അവസാനമുണ്ടാകും, ഒരു അന്തിമവിധി ഉണ്ടാകും, ലോകത്തിൻ്റെ അവസാനം എന്ന് പറയും. ഈ ലോകാവസാനത്തോടു കൂടി സംഭവിക്കുന്ന ചരിത്രം അവസാനിക്കുകയായി. അതോടൊപ്പം മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, എന്നേക്കുമായൊരു വേർപാട് സംഭവിക്കുന്നു, സ്വർഗവും നരകവും വേറെ, ശുദ്ധീകരണമില്ലാണ്ടായിത്തീരുന്നു. അപ്പോഴേ നിത്യമായി ദൈവത്തോടൊന്നിച്ചായിരിക്കുക അല്ലെങ്കിൽ നിത്യമായി വിച്ഛേദിക്കപ്പെടുക, ഇത് മാത്രമാണുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? അത് ചെയ്യേണ്ടത് ഇന്നേ ഉള്ളൂ. യേശുവിൻ്റെ പ്രമാണമനുസരിച്ച് ജീവിക്കുക. എന്താണ് ആ പ്രമാണം? ഒന്നേ ഉള്ളൂ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അയൽക്കാരനെ എല്ലാവരെയും അയൽക്കാരായി കാണണം. ആരെയും ശത്രുവായി കാണരുത്. ആരെയെങ്കിലും കൊന്നതിൻ്റെ പേരിൽ നിനക്ക് ഒരിക്കലും സ്വർഗം കിട്ടാൻ പോകുന്നില്ല എന്നോർക്കുക. എന്തു കാരണത്തിലാണെങ്കിലും നിരപരാധരെ വധിക്കാൻ അല്ല, വ്യക്തികൾക്ക് വ്യക്തിയെ വധിക്കാൻ അവകാശമില്ല. അതിന് നിയമങ്ങളുണ്ടാകും, അത് വേറെ. പക്ഷേ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ഞാൻ ഒരാളെ കൊന്നതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ അത് വലിയ നുണയാണെന്ന് ഓർക്കുക. മനുഷ്യനെ പരസ്പരം ഭിന്നിപ്പിക്കാൻ, ശത്രുക്കളാക്കി മാറ്റാൻ, അയൽക്കാരനെ നശിപ്പിക്കാൻ വേണ്ടി പിശാച് തന്നെ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്ന വലിയ നുണയാണ് ഈ രക്തസാക്ഷിത്വവും അതിൻ്റെ ഫലവുമെല്ലാം. അതുകൊണ്ട് ഓർക്കുക, ഈ വലിയ നുണയിൽ പെട്ടുപോകാതെ സന്തോഷമായി ജീവിക്കുക, സഹോദരങ്ങളായി കാണുക. നമ്മളെല്ലാവരും പരസ്പരം സഹോദരങ്ങളാണ്. ഏതെങ്കിലും തരത്തിൽ തെറ്റായ ധാരണയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരൂ. പ്രവാചകന്മാർ പറയുന്നതാണ്. നിങ്ങൾ കണ്ണു തുറന്ന് കാണൂ, ആരെയാണ് നീ വധിക്കുന്നത്? നിൻ്റെ സഹോദരനല്ലേ? നിൻ്റെ തന്നെ പിതാവായ ദൈവത്തിൻ്റെ മുഖം വഹിക്കുന്ന സഹോദരനും സഹോദരിയുമല്ലേ? വധിക്കരുത്, ദ്രോഹിക്കരുത്, സ്നേഹിക്കുക. ഇപ്രകാരം ഒരു സ്നേഹം നിത്യമായി നിലനിൽക്കണം. അതാണ് നമുക്ക് സ്വർഗം. അല്ലെങ്കിൽ നിനക്കെല്ലാം നഷ്ടപ്പെടുമെന്ന് ഓർക്കുക. അതുണ്ടാകാതിരിക്കട്ടെ. നമുക്ക് എല്ലാവരും പ്രാർത്ഥിക്കാം. കാണ്യവാനും സ്നേഹനിത്യവുമായ ദൈവമേ, അങ്ങയെ ഞങ്ങളുടെ പിതാവും ഞങ്ങളുടെ മാതാവുമായി, ഞങ്ങളുടെ സഹോദരനായി, ഞങ്ങളുടെ ജ്യേഷ്ഠനായി കണക്കാക്കുന്നു. അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. നീ ഇന്ന് എന്നോടുകൂടി പർദീസായിലായിരിക്കും. കർത്താവായ യേശുവേ, ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ ഭവനത്തിലേക്ക്, പിതാവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് വന്നത്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാനൊന്ന് വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന് വാഗ്ദാനം ചെയ്തു. കർത്താവായ യേശുവേ, എല്ലാവരെയും, മനുഷ്യരായിരിക്കുന്ന എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരാൻ അവിടുന്ന് ഇടയാക്കണമേ. എല്ലാ മനുഷ്യരും സഹോദരങ്ങളാണെന്ന്, എല്ലാ മനുഷ്യരും ദൈവത്തിന് വിലപ്പെട്ടവരാണെന്നുള്ള ബോധ്യം നൽകണമേ. പരസ്പരമുള്ള വിദ്വേഷം, ജാതിചിന്ത, വെറുപ്പ്, വർഗീയത ഇതെല്ലാം ഒഴിവാക്കി എല്ലാവരും സഹോദരങ്ങളായി ആ സന്തോഷം ഈ ഭൂമിയിൽ തന്നെ തുടങ്ങാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. എല്ലാവരും ഒരിക്കലും അങ്ങയോടൊന്ന് ചാരിക്കാനുള്ള കൃപയും പ്രദാനം ചെയ്യണമേ. വർഗീയത മാറ്റിവെച്ച് വിരോധങ്ങൾ ഒഴിവാക്കി എല്ലാവരെയും സ്നേഹിക്കാൻ ഞങ്ങളെല്ലാവരെയും പഠിപ്പിക്കണമേ. ഒരു പുതിയ ഹൃദയവും ഒരു പുതിയ മനസ്സും ഒരു പുതിയ ആത്മാവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളെല്ലാവരെയും ശുദ്ധീകരിക്കണമേ. പ്രകാശം നൽകി അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര.